കേരള കോൺഗ്രസ് LDFിൽ തുടരും. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. UDFുമായി ചർച്ചകൾ നടന്നത് അഭ്യൂഹം മാത്രമാണെന്നും കേരള കോൺഗ്രസ് LDFിൽ തുടരുമെന്നും ചെയർമാൻ ജോസ് കെ മാണി. ദുബായിലുള്ള ആശുപത്രിയിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാൻ കുടുംബത്തോടൊപ്പം ദുബായിൽ പോയി. അതിനാലാണ് LDF പരിപാടിയിൽ പങ്കെടുക്കാഞ്ഞത്. പാർട്ടിയുടെ മുഴുവൻ MLAമാരും പരിപാടിയിൽ പങ്കെടുത്തു. LDF മേഖലാ ജാഥ താൻ നയിക്കും. ലോക്സഭാ ഇലക്ഷനിൽ 110 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFിന് ഉണ്ടായിരിക്കുന്ന ലീഡ് തദ്ദേശ ഇലക്ഷനിൽ 80 സീറ്റിൽ താഴെയായി കുറഞ്ഞു. പാർട്ടി UDFുമായി ചർച്ച നടത്തേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൂരനഗരിയിൽ ഇനി കലയുടെ പൂരം. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂരിൽ തിരി തെളിഞ്ഞു. തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തി. മന്ത്രി V ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു, വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ മുഖ്യാതിഥികളായി. സംസ്ഥാന ബജറ്റ് ജനുവരി 29-ന് അവതരിപ്പിക്കുമെന്നും 15ാം നിയമസഭയുടെ അവസാന സമ്മേളനം ജനുവരി 20-ന് തുടങ്ങുമെന്നും സ്പീക്കർ AN ഷംസീർ അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനം 20-ന് നടക്കും. 32 ദിവസത്തെ നിയമസഭാ സമ്മേളനമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വകാര്യ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെങ്കിൽ നിയമസഭാംഗം പരാതി നൽകേണ്ടതുണ്ടെന്നും AN ഷംസീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ചർച്ചയാകുന്നതിനിടയിൽ പാലാ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പ്രതികരണവുമായി മാണി സി കാപ്പൻ MLA. കോൺഗ്രസ് നേതൃത്വം പലതവണ ചർച്ച നടത്തിയിട്ടും മാണി സി കാപ്പൻ വഴങ്ങാത്തതിനെ തുടർന്ന് മുസ്ലിം ലീഗ് നേതാക്കളാണ് ചർച്ച തുടർന്നത്. പാലയ്ക്ക് പകരം തിരുവമ്പാടി സീറ്റാണ് ലീഗ് കാപ്പന് വാഗ്ദാനം ചെയ്തത്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ലാപ്ടോപ്പ് കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന ശക്തമാക്കി. രാഹുലിന്റെ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ പോലീസ് സംഘം എത്തിയെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും കണ്ടെത്താനായില്ല. കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ലാപ്ടോപ്പിൽ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. വീണ്ടും പൊതുവേദിയിൽ അധിക്ഷേപ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിൽ എയിംസ് വരും, മറ്റേ മോനെ എന്നാണ് സുരേഷ് ഗോപി പ്രസംഗിച്ചത്. തൃപ്പൂണിത്തറ NM ഹാളിൽ BJP സംഘടിപ്പിച്ച വികസിത തൃപ്പൂണിത്തറയ്ക്കായി യോഗത്തിൽ എയിംസ് കേരളത്തിലേക്ക് വരുമെന്ന അവകാശവാദത്തിനിടെയാണ് അധിക്ഷേപ പരാമർശം. ബാങ്കോക്കിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് ക്രെയിൻ വീണ 28 മരണം. പ്രാദേശിക സമയം 2 മണിക്കായിരുന്നു അപകടം. 195 യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 80 പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. ബാങ്കോക്കിൽ നിന്ന് ഉബോൺ റാറ്റ്ചാത്തനി പ്രവശ്യയിലേക്ക് പോകുകയായിരുന്നു ട്രെയിൻ. ICC ഏകദിന ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം തിരിച്ചുപിടിച്ച് ഇന്ത്യൻ ഇതിഹാസം വിരാട് കോഹ്ലി. 1-ാമതായിരുന്ന ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കോഹ്ലി വീണ്ടും സിംഹാസനത്തിലെത്തിയത്. ന്യൂസിലൻഡിനെതിരായ 1-ാം ഏകദിനത്തിൽ 91 പന്തിൽ നിന്ന് 93 റൺസ് നേടിയ പ്രകടനമാണ് കോഹ്ലിയെ റാങ്കിങ്ങിൽ മുന്നിലെത്തിച്ചത്. കേരളത്തിൽ ഇന്നും നാളെയും മഴ തുടരും. നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് മഴയ്ക്ക് സാധ്യതയുള്ളത്. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലത്ത് തീർത്ഥാടകരുടെ എണ്ണത്തിലും ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിലും വലിയ വർധനവുണ്ടായതായി സഹകരണ ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സർക്കാരിന്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതാണ് ഇത്തവണത്തെ തീർത്ഥാടന കാലം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.